കാസയുടെ പ്രതിനിധി കെവിൻ പീറ്ററിലേക്കാണ് പോകുന്നത്. ശ്രീ കെവിൻ പീറ്റർ, ഈ ഉയർന്നു വന്ന വിവാദങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അത് കൃത്യമായ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മുഖ്യമന്ത്രി കളിക്കുന്നു എന്നല്ലേ ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്? വളരെ കൃത്യമായി ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ചോർന്നു പോയി എന്ന് മനസ്സിലാക്കിയതിലുള്ളൊരു വേവലാതിയല്ലേ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന സനാതനധർമ്മ വിവാദമായാലും ഇത്തരത്തിൽ ഈ നിലപാടുകളോട്, വെള്ളാപ്പള്ളിയൊക്കെ എടുക്കുന്ന ഈ നിലപാടുകളോട് ഇവർ മുഖം തിരിച്ചു നിൽക്കുന്നതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം അതല്ലേ? അതുകൂടി ചർച്ച ചെയ്ത് പോയാലേ ഈ ചർച്ച സമഗ്രമായി തീരുകയുള്ളൂ. ജയരാജൻ സാറ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് എന്തെങ്കിലും പറയുന്നു. സാറ് ഇന്ത്യയിൽ ഉണ്ടായ പല സംഭവങ്ങൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് യഥാർത്ഥ വിഷയത്തെക്കുറിച്ച് ഞാനൊന്നും തന്നെ പറഞ്ഞില്ല. സാറേ, വെള്ളാപ്പള്ളി നടേശൻ സാറി പറയുന്ന പോലെ താത്വിക അവലോകനത്തിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഈ നാനാത്വത്തിൽ ഏകത്വോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നും ആവശ്യമില്ല. അദ്ദേഹം ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം വെച്ചുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും നിൽക്കണമെന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടരും ഒന്നിച്ചേ മതിയാവൂ എന്നുള്ളൊരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. പക്ഷെ അതിൽ നിന്നും നിങ്ങൾക്ക് ആ വിഷയം ഇവിടെ ചർച്ചയാവാതിരിക്കാൻ, തുടർ ചർച്ചകൾ ഉണ്ടാകാതിരിക്കാനും അത് മറ്റിതിലേക്കും പോകാതിരിക്കാനായിട്ട് ബോധപൂർവം മുഖ്യമന്ത്രിയും താങ്കളും എല്ലാം ആ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഒരേ സമയം ഒരു വോട്ട് ബാങ്ക് കാട്ടി ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്ന മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുകയും ഒപ്പം യഥാർത്ഥ വിഷയത്തിൽ നിന്നും ഹിന്ദു സമൂഹത്തിന്റെ ശ്രദ്ധയെ വഴിതിരിച്ചു വിടുകയാണ് ഈ ചെയ്യുന്നത്. ഇന്ന് ഇതിനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിനെയും സനാതന ധർമ്മത്തെയും ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ ആദ്യം അതിനെ സ്വാഗതം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് സാറേ? ഡിവൈഎഫ്ഐ ആണോ? അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ? അത് വേറെ ഏതെങ്കിലും നിങ്ങളുടെ പോഷക സംഘടന വല്ലതും? അല്ല, ആദ്യം സപ്പോർട്ട് ചെയ്ത ആരാന്നറിയാവോ? CPI ലത്തീഫാണ്. ആരാണ് CPI ലത്തീഫ്? SDP-യുടെ സംസ്ഥാന പ്രസിഡന്റ്. SDP ആണ് അതിനെ സ്വാഗതം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ ശ്രീനാരായണ ഗുരുവിനെയും സനാതന ധർമ്മത്തെയും കുറിച്ച് പറഞ്ഞ ആ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ കാര്യം? അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇതിന്റെയൊക്കെ ആകത്തുക എന്താണെന്നും എവിടോട്ടാണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ കാരണങ്ങളും. കാരണം ഇവിടെ ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടായി വരാൻ പാടില്ല. ഉടൻ തന്നെ അതിനകത്ത് വേറൊരു വിഷയം കൊണ്ടിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ ചതുർവർണ്ണമൊക്കെ അതിനകത്ത് കൊണ്ട് കുത്തിക്കഴിക്കുകയാണ്. അപ്പൊ ഇത് വളരെ ബോധപൂർവം തന്നെ ചെയ്യുന്ന. ഇപ്പൊ ശരിക്കും പറഞ്ഞാലേ ക്രിസ്ത്യൻ സമുദായത്തിന്റെ കാര്യം എടുത്താൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എന്താണ് ഇപ്പോൾ ഭരിക്കുന്ന പ്രധാനപ്പെട്ട ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്ന് ക്രിസ്ത്യൻ സമുദായത്തിന് ഉണ്ടായിട്ടുള്ള സഹായങ്ങളും നേട്ടങ്ങളും ഏതെങ്കിലും വേണ്ട. നിങ്ങൾ അധികമൊന്നും ചെയ്യേണ്ട. നീതിയുടെ ഭാഗത്ത് എന്തെങ്കിലും നിന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ രംഗത്തിറങ്ങിയത് എപ്പോഴാ? ഈ പറവൂരിലെ ഇവിടെ പാലക്കാട് കരോളിന്റെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിൽ കരോൾ നടത്താനായിട്ട് ഡിവൈഎഫ്ഐക്കാർ വന്നു. അല്ലാതെ കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏത് ക്രിസ്ത്യാനികളുടെ വിഷയത്തിലാണ് ഡിവൈഎഫ്ഐയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒരു പ്രകടനത്തിന് വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ പാലക്കാട് കരോൾ നടത്താൻ വന്നു. ഈ ഘട്ടത്തിൽ ഒരു കാര്യത്തെ കുറിച്ച് അങ്ങയുടെ ഓർമ്മയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരണം. ഒരു 2 വർഷം മുമ്പ് കോട്ടയത്തുണ്ടായ ഒരു സംഭവമില്ലേ? ഈ കരോൾ സംഘത്തെ പള്ളിയിൽ പൂട്ടിയിട്ടു. അങ്ങനെ പൂട്ടിയിട്ടതിന്റെ പേരാണ് ഡിവൈഎഫ്ഐ. ആ ഡിവൈഎഫ്ഐ ആണ് പാലക്കാട് കരോൾ സംഘടിപ്പിച്ചത്. അതെ, അത് പഴയ സംഭവം. ആ സംഭവം ഉൾപ്പെടെ ഇവർ ഒരിടത്തും ഈ 10-15 വർഷങ്ങൾക്കുള്ളിൽ ഇവർ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു പ്രശ്നത്തിന് ഇവർ എല്ലാം പ്രതിസ്ഥാനത്ത് നിന്നിട്ടുള്ളൂ. പ്രതികൾക്ക് വേട്ടക്കാർക്കൊപ്പമേ നിന്നുള്ളൂ, ഇരകൾക്കൊപ്പമായ ക്രിസ്ത്യാനികൾക്കൊപ്പം നിന്നിട്ടില്ല. ഈ പാലക്കാട് കരോൾ നടത്താൻ പോയ ഡിവൈഎഫ്ഐ എന്തുകൊണ്ടാണ് വയനാട്ടിലെ കൽപ്പറ്റയ്ക്കടുത്തുള്ള പനമരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ പുൽക്കൂട് പുനഃസ്ഥാപിക്കാതിരുന്നത്? അവിടെ ഭരിക്കുന്നത് UDF-ഉം മുസ്ലിം ലീഗും ചേർന്നാണ്. അവിടെ സ്ഥാപിച്ച ക്രിസ്മസ് ട്രീയും പുൽക്കൂടും മതമൗലികവാദികളുടെ ഭീഷണികളെ തുടർന്ന് എടുത്തു മാറ്റി. നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ആ പുൽക്കൂട് പുനഃസ്ഥാപിക്കാതിരുന്നത്? അവസാനം സോഷ്യൽ മീഡിയയിൽ ആ വാർത്ത പരക്കുകയും അത് ചർച്ചയാവുകയും ചെയ്തതോടുകൂടി മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാം അത് മുക്കി. ഒരു രാഷ്ട്രീയക്കാരൻ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അവസാനം പേരിന് വേണ്ടിയിട്ട് ട്രീ മാത്രം അവിടെ കൊണ്ടുവച്ചു. പുൽക്കൂടോ അതിലുള്ള തിരുസ്വരൂപങ്ങളോ ഒന്നും പുനഃസ്ഥാപിച്ചില്ല. എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ അവിടെ അത് ചെയ്യാതിരുന്നത്? അപ്പൊ നിങ്ങൾ ഒന്നും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-ഉം. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ മാറി ചിന്തിക്കാൻ തയ്യാറായി. അതിനെ വേറെ രീതിയിലൊന്നും വളച്ചൊടിച്ചും വിചാരധാര എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വിചാരധാര ഏത് കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ എഴുതിയാണെന്നും അതിനകത്ത് സാധാരണ ക്രിസ്ത്യാനി, ഞങ്ങളെ പോലുള്ള സാധാരണ ക്രിസ്ത്യാനികളെ അല്ല പറയുന്നത് ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടാകുന്ന മതപരിവർത്തനങ്ങളും മറ്റ് ചില
ക്രിസ്ത്യൻ രാജ്യ രൂപീകരണങ്ങളും പിന്നെ ഇസ്ലാമിക മതമൗലികവാദികളുമായിട്ട് ചേർന്നുള്ള ചില ആളുകളുടെ പ്രവർത്തനങ്ങളുമാണ് അത് ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നത്തെ കാലഘട്ടമായിട്ട് ബന്ധമില്ലെന്നും ഞങ്ങളെ പോലുള്ള സാധാരണ ക്രിസ്ത്യാനികളെ ഇവിടുന്ന് ഓടിക്കണമെന്നോ അല്ല കൊല്ലണമെന്നോ അല്ല വിചാരധാര പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ജയമായ സാറിനെ പോലെ ആളുകൾ വിചാരധാരയും കൊണ്ട് ഇങ്ങോട്ട് വേണ്ട ഒരുപക്ഷെ ക്രിസ്ത്യാനിയൊക്കെ വിചാരധാരയൊക്കെ വായിച്ചു കഴിഞ്ഞു. അതിന്റെ മലയാള പതിപ്പും ഇംഗ്ലീഷ് പതിപ്പും എല്ലാം ആമസോണിൽ ലഭ്യമാണ്, എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ ഇതുപോലെ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴും ക്രിസ്തുവിനെ കൂട്ടുപിടിച്ചിട്ടല്ലാതെ, ജയരാജ സാറിനെ ക്രിസ്തുവിനെ കൂട്ടുപിടിച്ചിട്ടല്ലാതെ ഹാരിഫ് ഹുസൈന്റെ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് അതെ അള്ളാഹുവും വിത്ത് തന്നെയാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ലല്ലോ. അവിടെയും ക്രിസ്തുവിനെ കൂട്ടുപിടിക്കുകയാണ്. അപ്പം ചോദ്യം വന്നാൽ ഞാൻ ക്രിസ്തുവും വിത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണെന്ന് പറയാം. അല്ലാതെ ഹാരിഫ് ഹുസൈൻ ചോദിച്ച ചോദ്യത്തിന് ഗണപതി വിത്താണെന്ന് പറയുന്ന പോലെ ഞാൻ പറയുന്നു അള്ളാഹുവും വിത്താണ് എന്ന് ജയരാജ് സാഹിബ് പറയൂ? പറയത്തില്ല. സാറിന് പേടിയാണ്. കാരണം ഞാനിപ്പോ നേരത്തെ ഹാരിഫ് ഹുസൈനോട് പറഞ്ഞതേ ഉള്ളൂ, മലപ്പുറത്തെ ജില്ലാ സമ്മേളനത്തിന്റെ ഫ്ലെക്സ് ബോർഡിൽ പണ്ട് AKGയുടെയും EMSന്റെ ഒക്കെ ചിത്രങ്ങൾ ഇരുന്ന സ്ഥാനത്ത് വാര്യം കുണ്ടന്റെയും അതുപോലുള്ള 1921 കലാപകാരികളുടെ ഫോട്ടോ ഇരിക്കുന്നു. അതാണ് പരിണാമം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഭരിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരുടെ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം UDFിൽ നിന്നും യാതൊരുവിധ ഇതും ക്രിസ്ത്യാനികൾക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പറയുന്നു, ശ്രീ വെള്ളാപ്പള്ളി നടക്കുന്ന ആ പ്രസ്താവനയെ ഞങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. കഴിയാതെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നേരിട്ട് അതിന് കണ്ട് ഞങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യും. അത് കാരണം രണ്ടു കൂട്ടരുടെയും നിലനിൽപ്പിന്റെ ആവശ്യമാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞതിനെ ചർച്ച വഴിതിരിച്ചു, എങ്ങനെ ഏതൊക്കെ രീതിയിലൂടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാലും ശരി, ആ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാര്യം നിങ്ങളുടെ എല്ലാ താക്കോൽ സ്ഥാനങ്ങളും നിയന്ത്രിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അവരെ നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ നിങ്ങൾ പ്രീണിപ്പിക്കാനായിട്ട് പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഐക്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ചർച്ച മറ്റു രീതികളിലേക്ക് കൊണ്ടുപോയി പല പ്രശ്നങ്ങൾ ഇട്ടുകൊണ്ട് ചർച്ച അതിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാലും ശരി, ഇതിവിടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് തീർച്ചയായും നടപ്പിലായിരിക്കും. യെസ്, ക്രൈസ്തവ സമൂഹം അത് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ ബി ജയരാജ്.